വയനാട് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നടന്ന നിയമന ക്രമക്കേടിൽ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബത്തേരി സ്വദേശി റോയ് ജോൺ. DCC ട്രഷറർ NM വിജയന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. നേരത്തെ ഇതേ ആരോപണത്തിൽ സഹകരണ വകുപ്പിനും വിജിലൻസിനും റോയ് ജോൺ പരാതി നൽകിയിരുന്നു. മൂന്ന് വർഷം മുൻപാണ് ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിന്റെ മറവിൽ അഴിമതി നടന്നു എന്ന ആരോപണത്തിൽ റോയ് ജോൺ പരാതി നൽകിയത്. പരാതി പരിശോധിച്ച് സഹകരണ വകുപ്പ് നടപടിക്കും ശുപാർശ ചെയ്തു. ഇതോടെ അനധികൃത നിയമനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിജയേട്ടൻ മരിക്കാനുള്ള കാരണം അതേ പരാതിയും അതേ അഴിമതിക്കാരും. ഈ IC ബാലകൃഷ്ണൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രഗത്ഭരമായ നേതാക്കളും പുറമേ ഉള്ള കുറേ ആൾക്കാരും ഇതിൽ പങ്കാളികളാണ്. അന്ന് ഈ അഴിമതി മൂടിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം കാണിച്ച ആ ഒരു കഴിവ് ഇതിൽ നടപടിയിലോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ മനുഷ്യൻ മാത്രമല്ല, അയാൾ ഒരു പുത്രനും കൂടി മരിക്കുകയുണ്ടായി. അത് അടിയന്തരമായി ഇനിയുള്ള കാര്യങ്ങൾ എത്രയും ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. എന്നാൽ ബാങ്ക് ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന വിജിലൻസ് നിർദ്ദേശം നടപ്പിലായില്ല. അന്ന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് NM വിജയനെ പോലുള്ള രക്തസാക്ഷികൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് കാട്ടിയാണ് റോയ് ഇപ്പോൾ പരാതി നൽകിയത്. സഹകരണ വിജിലൻസ് അന്വേഷിച്ചു. ഇവരെ നടത്തിയ നിയമനങ്ങളെല്ലാം റദ്ദ് ചെയ്യാനും അനധികൃതമായി നൽകിയ പ്രൊമോഷൻ റദ്ദ് ചെയ്യാനും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും വേറൊരു വിജയേട്ടൻ ഉണ്ടാവാതിരിക്കാൻ, കോൺഗ്രസിൻ്റെ വേറെ വിജയേട്ടൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നും കൂടി എല്ലാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനിയും ഇല്ലെങ്കിൽ കോൺഗ്രസിലെ പല വിജയേട്ടന്മാരും ഇതേപോലെ ഉണ്ടാവാനുള്ള അവസ്ഥ ഉണ്ടാവും. സുൽത്താൻ ബത്തേരിയിലെ മറ്റൊരു സഹകരണ ബാങ്കിൽ നടന്ന നിയമന ക്രമക്കേട് സംബന്ധിച്ച പരിശോധനയ്ക്കിടെയാണ് ബത്തേരി സഹകരണ അർബൻ ബാങ്കിലെ നിയമന അഴിമതി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് 2022 റോയ് ജോൺ പരാതി നൽകിയത്. ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകിയത്. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, വയനാട്.